ഉള്ള ഏറ്റവും വലിയ 100 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഫണ്ടാണ് ടാറ്റ ലാർജ് ക്യാപ് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ടാറ്റ ലാർജ് ക്യാപ് ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള 100 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് താരതമ്യേന മറ്റുള്ള ഫണ്ടുകളേക്കാൾ കുറവാണ്. എന്നാൽ നമുക്ക് സ്ഥിരതയാർന്ന ഒരു റിട്ടേൺ കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ 3 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 16% ബാങ്കിൽ എഫ് ഡി ഇടുന്നതിൻ്റെ ഇരട്ടിയിലധികമാണ് ഈ വരുന്നത്. കഴിഞ്ഞ 1 വർഷത്തെ നോക്കുകയാണെങ്കിൽ 10%, 5 വർഷത്തെ നോക്കുകയാണെങ്കിൽ 15%, ആവറേജ് 13% ഇത് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ NAV നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നമുക്ക് വാങ്ങാൻ 596 രൂപ 99 രൂപയാണ് പൈസയാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഇതിൽ മിനിമം SIP നമുക്ക് 100 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ട് സൈസ് വളരെ വലുതൊന്നുമല്ല, ശരാശരി 2839 കോടി വരുന്ന ഒരു ഫണ്ടാണ്. ഇതിൽ നമ്മൾ ഒരു 3 വർഷത്തേക്ക് 20,000 രൂപയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 56%, 31,000 രൂപയായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനികൾ HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രിയൽ, കൊട്ടാക് മഹീന്ദ്ര, ആക്സിസ് ബാങ്ക്, ICIC, ലാർസൻ ആൻഡ് ടർബോ, ഇൻഫോസിസ്, മാരുതി സുസുക്കി, മഹീന്ദ്ര, ഇങ്ങനെയുള്ള ടാറ്റ കൺസൾട്ടൻസി, ഇങ്ങനെയുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള 100 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാന മേഖലകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇക്വിറ്റിയിലാണ് 96%, ബാക്കി ക്യാഷിലാണ്. ഫിനാൻഷ്യൽ മേഖലയിൽ 34%, കൺസ്യൂമർ ഡയറക്റ്റിൽ 17%, ടെക്നോളജിയിൽ 14%, എനർജി ആൻഡ് യൂട്ടിലിറ്റി 10%, മെറ്റീരിയൽസിൽ 8%, ഇൻഡസ്ട്രിയൽ 6.37% എന്ന രീതിയിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിട്ടേൺ റാങ്കിങ് ഒക്കെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ എക്സിറ്റ് ലോഡ് വരുന്നത് 0.97 ആണ്. അത്യാവശ്യം നല്ല ഒരു എക്സ്പെൻസ് റേഷ്യോ ഇതിന് വരുന്നുണ്ട്. എക്സ്പെൻസ് റേഷ്യോ ആണ് 0.97. GST ഉൾപ്പെടെയാണ്. കുറച്ച് സാധാരണ ഫണ്ടിനേക്കാളും കുറച്ച് കൂടുതലാണ്. എക്സിറ്റ് ലോഡ് വരുന്നത് 0.50%. ഓൾറെഡി വിത്ത് 30 ദിവസത്തിനുള്ളിൽ പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ 0.50% നമ്മൾ കൊടുക്കണം. സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ നമ്മുടെ സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ വളരെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് പ്രോഫിറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കാതെ, എന്നാൽ ആവറേജ് നമുക്ക് നഷ്ടം വരരുത് എന്ന് ഹൈ റിസ്ക് എടുക്കാതെ നമുക്ക് ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഫണ്ട് തന്നെയാണ് ടാറ്റ ലാർജ് ക്യാപ് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.